ഈ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നിങ്ങളെ കമ്പനി പീപ്പിൾ ഡ്രിവൺ കമ്പനിയിൽ നിന്ന് സിസ്റ്റം ഡ്രിവൺ കമ്പനിയിലേക്ക് മൂവ് ചെയ്യുള്ളൂ. നമ്മുടെ കമ്പനി വിൽക്കുന്നത് ചിന്തിക്കാൻ പോലും അടുത്താക്കാറുണ്ട്. കമ്പനി വിൽക്കേ. GREENLIVES coaching and training solution. കസ്റ്റമർ വിജയിക്കുന്നുണ്ട്, ടീം വിജയിക്കുന്നുണ്ട്, ബിസിനസ് ഓണർ വിജയിക്കുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു കുട്ടി ലൂസറായി കഴിഞ്ഞാൽ മുന്നോട്ട് പോകില്ല. അപ്പോൾ 3 പേരും വിജയിക്കുന്നതാണ്. അങ്ങനെ വേണം ബിസിനസ്സിൻ്റെ അടിത്തറ കെട്ടുപടുക്കുക. അവിടെ നിന്നാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഞാൻ തിരിച്ചു വരാം. നമ്മൾ ആദ്യം പറഞ്ഞതാണ്, ഒന്നെന്ത് വേണം, കോർ പർപ്പസ് ആൻഡ് കോർ വാല്യൂസ് വേണം. രണ്ടൊന്ന് വേണം, നമുക്കൊരു ഡിസ്റ്റൻറ്റ് ഡ്രീം വേണം. ഡിസ്റ്റൻറ്റ് ഡ്രീം പറഞ്ഞാൽ മിനിമം 10 years, 100 years ഒക്കെ ഉണ്ട് ജാക്മക്കൊക്കെ. അലിബാബയുടെ ജാക്മ 100 years കഴിഞ്ഞ കമ്പനി ഉണ്ട്. അത് നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റില്ല. 100 കൊല്ലം കഴിഞ്ഞാൽ നമ്മളുണ്ടാവില്ല. പിന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അല്ലേ. അല്ലെങ്കിൽ ഇലോൺ മാസ്ക് ഒക്കെ 100 കൊല്ലം കഴിഞ്ഞാലും കമ്പനി എവിടെ എത്തുന്നില്ല, ഒരു ഇപ്പോഴേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് 10 വർഷം, 2031 അതെങ്കിലും മിനിമം ചെയ്യണം, നമുക്ക് ഉണ്ടാവണം. അതാണ് ആക്ച്വലി നമ്മുടെ രണ്ടാമത്തെ കോളം. അതാണ് മിഷൻ എന്ന് പറഞ്ഞാൽ. വാട്ട് ഈസ് യുവർ മിഷൻ? ആൻഡ് മൂന്നാമത്തതാണ് ആക്ച്വലി മൂന്നാമത്തത് ആ 5 year, ആ 10 year നമ്മൾ എന്ത് ചെയ്യണം, ഒരു 3 to 5 year കൊണ്ടുവരണം. ഇത് ഓർഗനൈസേഷന് മാത്രം ഉണ്ടായാൽ പോരാ, ടീമിനും ഉണ്ടാവണം. നിങ്ങൾക്ക് മാത്രം ഉണ്ടായാൽ പോരാ, നിങ്ങളെ വിഷന് വേണ്ടിയിട്ട് സ്റ്റാഫുകൾ മരിക്കില്ല, അവർക്കും ഉണ്ടാവണം. അവർക്കും ഉണ്ടാവണം, ഓരോ ഇൻഡിവിജ്വലിനും ഉണ്ടാവണം, കമ്പനിക്കും ഉണ്ടാവണം. 3 to 5 year എന്ത് ചെയ്യണം, കമ്പനിക്കും ഉണ്ടാവണം, ഇൻഡിവിജ്വലിനും ഉണ്ടാവണം. അതിന് പിന്നെ എന്ത് ചെയ്യണം, 1 year കൊണ്ടുവരണം. ദാറ്റ് ഇസ് എ 4th സ്റ്റെപ്പ്. 1 year കൊണ്ടുവരണം. അതെന്ത് വേണം, ടീമിനും ഉണ്ടാവണം. ഓരോ ഇൻഡിവിജ്വലിനും എന്തുണ്ടാവണം, ടാർഗറ്റ് ഉണ്ടാവണം, കമ്പനിക്കും ഉണ്ടാവണം. അപ്പോൾ ആ സ്റ്റാഫിന് ടാർഗറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അത് വെച്ചിട്ട് വേണം ഇൻക്രിമെൻറ്റ് കൊടുക്കാൻ, അവരുടെ പെർഫോമൻസ് നോക്കിയിട്ട്. അപ്പോൾ അവർക്കും ഗോൾ ഉണ്ടാവണം. പക്ഷേ കമ്പനിക്ക് ഗോൾ ഇല്ലാതെ ഇൻഡിവിജ്വലിന് ഗോൾ ഉണ്ടാകാൻ കഴിയില്ല. കമ്പനിക്ക് ടാർഗറ്റ് ഇല്ലാതെ അങ്ങനെ വ്യക്തിക്ക് ടാർഗറ്റ് ഉണ്ടാകാൻ കൊടുക്കുക. കമ്പനിൻ്റെ ടാർഗറ്റ് അല്ല വ്യക്തിയുടെ ടാർഗറ്റ്, കമ്പനിൻ്റെ ടാർഗറ്റ് അല്ല മുറിച്ച് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ 10 CR ഉണ്ടാക്കണമെന്ന് വിചാരിക്കുക. 10 സെയിൽസ് ടീം ഉണ്ട്. അപ്പോൾ എന്താണ്, ഒരു CR ഒരു സ്റ്റാഫ് ഉണ്ടാക്കണ്ടേ? ചിലപ്പോൾ ചില സ്റ്റാഫുകൾ കൂടുതൽ കൊടുക്കും, എക്സ്പീരിയൻസ്ഡ് ആയിട്ടില്ല. പക്ഷേ അത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ് എന്ത്, കമ്പനിക്ക് ടേൺ ഓവർ ഉണ്ടെങ്കിലല്ല സ്റ്റാഫിന് എന്തെങ്കിലും സെയിൽസ് ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഹലോ, യെസ്. അപ്പോൾ അതാണ് 4ാമത്തെ സ്റ്റെപ്പ്. 5ാമത്തെ സ്റ്റെപ്പ് കെയർ ഉണ്ടാവണം. കീ റിസൾട്ട് ഏരിയ. ഓരോ ആളുകൾക്കും നമുക്ക് മെസ്സിന് കിട്ടി വലിയൊരു. ഇപ്പോൾ ആലമിനോട് പറഞ്ഞു, ഇപ്പോൾ നമ്മൾ കോഫി ബ്രേക്കിൻ്റെ ഒരു അടിപൊളി സ്റ്റാഫിനെ മാർക്കറ്റിംഗ് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട്. സൂപ്പറാണ്. KVR അതൊക്കെ ആലമുടല്ലോ മൾട്ടിനാഷണൽ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യാണ്. സ്പെയിനിൻ്റെ MBA എടുത്തു കഴിഞ്ഞാണ്. പക്ഷെ അവനെ കിട്ടിയിട്ട് കാര്യമില്ല. അവനെ റോള് ഡിഫൈൻ ചെയ്യണ്ടേ? അല്ല, മെസ്സിനെ കിട്ടി അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോനെ കിട്ടിയ ടീമിൽ അവനക്ക് എവിടെ കളിച്ചിടണം, അവിടെ കളിപ്പിക്കണമെന്ന് ആർക്കറിയണം? കോച്ചിനെ അറിയണം. ഇല്ലെങ്കിൽ എന്താവും, ഓനൊരു ഭാരമാവും. ഇല്ലെങ്കിൽ ഈ മെസ്സി ഒരു ഭാരമാവും. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ക്ലബിന് മെസ്സിനെ കിട്ടിയൊരു കാര്യമുണ്ടോ? കാരണം ഇവിടെ എവിടെയെങ്കിലും പോയി കളിച്ചു പറഞ്ഞാൽ അല്ല, അവനെ കളിക്കാൻ ഒരു പൊസിഷൻ കൊടുക്കണ്ടേ? അവനെ കൊണ്ടിട്ട് ഗോൾ എടുത്തിട്ട് കാര്യമുണ്ടോ? ഗോളിക്കാരല്ലോ മെസ്സിൻ്റെ പണി, ഷൂട്ട് ചെയ്യലാണ്. അപ്പോൾ ഓരോ സ്റ്റാഫ് മെമ്പർക്കും നമ്മുടെ ടീമിലുള്ള ഓരോ അംഗങ്ങൾക്കും അവരുടെ റോള് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് കൊടുക്കണം. ഒരു സ്മോൾ സ്കെയിൽ കമ്പനിയിൽ ഇത് കാണാറില്ല. JD കൊടുത്തിട്ടുണ്ടാവും, ഗൂഗിളിൽ ഡൗൺലോഡ് ചെയ്ത കാര്യം. വേറെ ഏതെങ്കിലും കമ്പനിയുടെ JD നിങ്ങൾക്ക് എങ്ങനെ മാച്ച് ആവുക? ഗൂഗിളിൽ എടുത്തിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു 4-5 പേജൊക്കെ കൊടുക്കും. ആര് വായിക്കണേ? ഓൺട്രപ്രനർ വായിച്ചിട്ടുണ്ടാവില്ല. പിന്നെ അങ്ങനെ സ്റ്റാഫ് വായിക്കുക, അത് ഇംഗ്ലീഷിലൊക്കെ കൊടുക്കുക. ലോൺ സൈൻ ചെയ്തിട്ട് അവിടെ അന്ന് ജോയിൻ ചെയ്യുന്ന സാധനം ഒന്ന് വാങ്ങിയിട്ട് പിന്നെ നോക്കില്ല. അപ്പോൾ റോൾ ക്ലാരിറ്റി ഉണ്ടാവണം കൃത്യമായ. ആ റോൾ ക്ലാരിറ്റി ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ആ റോൾ ക്ലാരിറ്റി ബേസ് ചെയ്തിട്ട് അവനെ മെഷർ ചെയ്യണം. ആ മെഷർ ചെയ്യുന്നതിനാണ് KPI എന്ന് പറയുക ബിസിനസ്സിൽ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. KPI എന്ന് പറയും. KPI ഉണ്ടാവണം. നിങ്ങളെ സ്റ്റാഫുകളെ ഓഫീസ് ബോയിനെ അടക്കം മെഷർ ചെയ്യണം. അങ്ങനത്തെ സെയിൽസ് ടീമിൽ നമുക്ക് മെഷർ ചെയ്യാൻ എളുപ്പം, ടാർഗറ്റ് ചെയ്ത് നോക്കിയാൽ മതി. പക്ഷേ ഓഫീസ് ബോയിനെ എങ്ങനെ മെഷർ ചെയ്യുക? മെഷർമെൻറ്റ് വേണം. മെഷർമെൻറ്റ് ഇല്ലാത്ത കമ്പനി എങ്ങനെ ഗ്രോത്ത് ഉണ്ടാവുക? സോ KPI വേണം. പിന്നെ എന്ത് വേണം? പിന്നെ 7ാമത്തെ സ്റ്റെപ്പാണ് SOP ഉണ്ടാവണം. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, SOP ഉണ്ടാവണം. ഈ 7 കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നിങ്ങളെ കമ്പനി പീപ്പിൾ ഡ്രിവൺ കമ്പനിയിൽ നിന്ന് സിസ്റ്റം ഡ്രിവൺ കമ്പനിയിലേക്ക് മൂവ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കാര്യം സന്തോഷം വേണ്ടിയിട്ട് അല്ലേ? എല്ലാം കഥയും തിരക്കഥയും സംഭാഷണവും അഭിനയവും ഡയറക്ഷനും ഒക്കെ ആരാണ്? നമ്മളല്ലേ. നമുക്കൊന്ന് ഹജ്ജിന് പോകാനോ അല്ലെങ്കിൽ വേൾഡ് ടൂർ പോകാനോ പറ്റൂല. പോയി അതുപോലെ കമ്പനി പൂട്ടിയിട്ടുണ്ടാവും, ചാവി കൈ തരും അല്ലേ? ഇതാണ് പീപ്പിൾ ഡ്രിവൺ കമ്പനി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യണമെങ്കിൽ, ഒരു ഗ്ലോബൽ കമ്പനി ആവണമെങ്കിൽ എന്ത് വേണം? നമുക്ക് സിസ്റ്റം ഡ്രിവൺ കമ്പനി ഉണ്ട്. അതിന് 6 സ്റ്റേജുകളുണ്ട് ബിസിനസ്സിൽ. 6 സ്റ്റേജുകൾ എന്ന് പറഞ്ഞാൽ, 1ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ
ഒന്നാമത്തെ സ്റ്റേജാണ് സ്ട്രഗ്ലിംഗ് സ്റ്റേജാണ്. പല ആളുകളും പല സ്റ്റേജാണ് ഉണ്ടാവുക. സ്ട്രഗ്ലിംഗ് സ്റ്റേജാണ്, അതായത് കഷ്ടപ്പാടിൻ്റെ കാലഘട്ടമാണ് ബിസിനസ് തുടങ്ങുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവുന്നത്. അതാണ് സ്ട്രഗ്ലിംഗ് സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജാണ് സർവൈവൽ സ്റ്റേജ്. മൂന്നാമത്തെ സ്റ്റേജാണ് സ്റ്റെബിലിറ്റി സ്റ്റേജ്. നാലാമത്തെ സ്റ്റേജാണ് സക്സസ് സ്റ്റേജ്. അഞ്ചാമത്തെ സ്റ്റേജാണ് സ്കെയിലബിൾ. ആറാമത്തെ സ്റ്റേജാണ് സെയിലബിൾ. ഈ ആറാമത്തെ സ്റ്റേജിലേക്ക് എത്തുന്നതാണ് നമ്മുടെ ടാർഗറ്റ്. ബിസിനസ് വിൽക്കാൻ പറ്റണം. അപ്പോഴാണ് IPO. ഇപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ഒരാൾക്ക് മെൻറ്ററിങ് കൊടുക്കണം. തിരുവനന്തപുരത്തുള്ള മോഹൻദാസ് എന്ന് പറയുന്നത്, ഇവിടെ അറിയുന്ന ആൾക്കാരുണ്ടായിരിക്കും. പുള്ളിക്ക് തേങ്ങ ഇടുന്ന കമ്പനിയാണ്. ഞാൻ സജേട്ടനോടൊക്കെ എപ്പോഴും പറയുന്നുണ്ട്, തേങ്ങ ഇടുകയാണ്. 75 എംപ്ലോയീസ് ഉണ്ട്. തേങ്ങ ഇടാൻ വേണ്ടിയിട്ട് മാത്രം 75 എംപ്ലോയീസ് ഉണ്ട്. പുള്ളിനോട് പറയുകയാണ് എനിക്ക് IPO ഒക്കെ എത്തണം. തേങ്ങ കമ്പനി IPO രജിസ്റ്റർ ചെയ്യുക. ചിന്തിക്കാൻ പറ്റും നമുക്ക്? തേങ്ങ ഇടാൻ വേണ്ട ആളുകൾ IPO രജിസ്റ്റർ ചെയ്യുക. IPO എന്ന് പറഞ്ഞാൽ വലിയ കളിയാണ്, ഇനീഷ്യൽ പബ്ലിക് ഓഫറാണ്. അപ്പോൾ അതിലേക്ക് ചിന്തിച്ചു തുടങ്ങി. സർവീസ് ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ പോലും തേങ്ങ ഇടുന്ന കമ്പനി നിങ്ങൾക്ക് ഫീഡ്ബാക്ക് വരികയാണ്. ഇന്നലെ നിങ്ങളുടെ വീട്ടിൽ തേങ്ങ ഇടാൻ വന്നപ്പോൾ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ, നിങ്ങൾ എത്രയാണ് പൈസ കൊടുത്ത്, നിങ്ങളതിൽ ഹാപ്പി ആണോ? അപ്പോൾ നിങ്ങളിത് കേട്ടിട്ട് ചിരിക്കുകയാണ്. നിങ്ങൾ ചിരിച്ചാൽ മതി, മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ തന്നെ എന്ത് ചെയ്യാണ്, കേട്ട ആൾ അപ്പുറത്ത് ആ നമ്പർ ഒന്ന് കാണിച്ചേ, ഇവിടുന്ന് വിളിക്കുന്നത് തേങ്ങ ഇടുന്ന കമ്പനി എന്നാണ്. ആ ലെവലിലേക്ക് കസ്റ്റമർ എക്സ്പീരിയൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തേങ്ങ കമ്പനി പോലും ആ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മളിപ്പോഴും കസ്റ്റമർ വിൻ ചെയ്യാതെ ഒരിക്കലും നമുക്ക് ബിസിനസ് കിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ബിസിനസ് സ്കെയിലബിൾ ആവാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, IPO എത്താൻ കഴിയില്ല. അപ്പോൾ IPO എത്തണമെങ്കിൽ എന്ത് വേണം, നമ്മൾ ബിസിനസ്സിനെ വിൽക്കണം. ബിസിനസ്സിനെ വിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ബിസിനസ് ഒരു പ്രോഡക്റ്റായി മാറണം. പ്രോഡക്റ്റേ വിൽക്കാൻ പറ്റുള്ളൂ, അല്ലേ? ബുക്കും പേപ്പറും ഇല്ലാത്ത വണ്ടി ആരെങ്കിലും വാങ്ങോ? നിങ്ങളടുത്ത് ഇപ്പോൾ ലംബോർഗിനി ഉണ്ട്, അല്ലെങ്കിൽ ബെൻസ് ഉണ്ട്, BMW ഉണ്ട്, റോൾസ് റോയ്സ് ഉണ്ട്, ബുഗാട്ടി ഉണ്ട്. അതിന് ബുക്കും പേപ്പറും ഇല്ലെങ്കിലോ വിൽ എനിബഡി ബൈ ഇറ്റ്? ഇതേപോലെയാണ് നമ്മുടെ കമ്പനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ആരും വാങ്ങാൻ പോകുന്നില്ല. ഒരാളും ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യൂല. ഇതൊക്കെ നോക്കിയിട്ട് ആളുകൾ എന്ത് ചെയ്യുള്ളൂ, ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ എന്ത് വേണം, നമ്മളെ കമ്പനി സെയിലബിൾ. നമുക്ക് ചിലപ്പോൾ നമ്മളെ കമ്പനി വിൽക്കുന്നത് ചിന്തിക്കാൻ പോലും അടുത്താക്കാറുണ്ട്. കമ്പനി വിൽക്കുക, നമ്മളെ കുട്ടിനെ കൊല്ലണ പോലെയാണ്. കമ്പനി വിൽക്കുക, ആ ലെവലിൽ പക്ഷേ ഏറ്റവും പരമമായ സക്സസ് കമ്പനി വിൽക്കലാണ്. കൊച്ചോസുറ്റിലുള്ള പള്ളിക്ക് 18% ഉള്ളൂ, ബാക്കിയൊക്കെ ആൾ വിറ്റുകണേ. ഈ പറയുന്ന ID ഫ്രഷിന് ഫുള്ളൊന്നും പെർസെൻറ്റേജ് ഇല്ല, അത് വിറ്റിട്ടുണ്ട്. ജിയോ എത്ര കോടിയാ ഗൂഗിൾ ഇട്ടത്, എത്ര കോടിയാ ഫേസ്ബുക്ക് ഇട്ടത്, അവരൊക്കെ ഷെയർ വിൽക്കുന്നുണ്ട്. ഒരു ബിസിനസ്സിന് ഒരു വിൽക്കുന്നുണ്ട്. ബിസിനസ്സിൻ്റെ വിൽക്കലാണ് എന്ത് ഏറ്റവും പരമമായ സ്റ്റേജ്. അപ്പോൾ ആ സ്റ്റേജിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, എത്താൻ പറ്റണം. ആ സ്റ്റേജിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞ 7 സ്റ്റേജുകൾ ആദ്യം എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. GREENLIVES Coaching and Training Solution.